ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാമൊക്കെ ഇങ്ങടുത്ത് വരികയില്ലേ? കൂട്ടുകാർ പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചോ? അപ്പം നമുക്ക് എക്സാമിലേക്ക് കിടക്കാം. അതിന് മുൻപേ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എക്സാം സ്പെഷ്യൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എക്സാമിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം 1ാം ക്ലാസ്സാണ്. 1ാമത്തെ ദിവസത്തെ പരീക്ഷയാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ കൂട്ടുകാർ തെറ്റാതെ എഴുതണം കേട്ടോ. 1ാമത്തെ പ്രവർത്തനം നോക്കാം. വർക്ക്ഷീറ്റ് 1, കുറിഞ്ഞിയും മക്കളും. സംഭാഷണം പൂർത്തിയാക്കൂ. നോക്കാം. അനീസ ചോദിക്കുകയാണ്, എന്താ ഇത്ര സന്തോഷം? മനു, എൻ്റെ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അനീസ, എത്ര കുഞ്ഞുങ്ങൾ? മനു, 4 കുഞ്ഞുങ്ങൾ. അനീസ, പൂച്ചക്കുട്ടികൾക്ക് പേരിട്ടോ? മനു, ഇല്ല, ഇട്ടിട്ടില്ല. അനീസ, ഞാനും വന്നോട്ടെ അവരെ കാണാൻ. മനു, അതിനെന്താ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. വർക്ക്ഷീറ്റ് 2, മുത്തുകൾ എണ്ണാം. കൂട്ടുകാരെ, ഇവിടെ സംഖ്യാക്കാർഡ് കണ്ടില്ലേ? സംഖ്യാക്കാർഡിലെ നമ്പർ അനുസരിച്ച് അല്ലെങ്കിൽ സംഖ്യകൾ അനുസരിച്ച് മുത്തുകൾക്ക് നിറം നൽകണം. കൊടുക്കാം. മനുവിന് 19 മുത്തുകൾ, സതിക്ക് 33, അനീസയ്ക്ക് 22, ഷാനിക്ക് 9, അനിലിന് 25. നോക്കിയേ, മനുവിന് എത്ര മുത്തുകളാണ് കിട്ടിയിരിക്കുന്നത്? സംഖ്യാക്കാർഡിൽ എത്ര നമ്പറാണ് മനുവിൻ്റെ നേരെയുള്ളത്? 19 മുത്തുകൾക്ക് നിറം കൊടുത്തോളൂ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ? അനീസയ്ക്ക് 22 മുത്തുകളാണ് കിട്ടിയത്. നിറം കൊടുത്തല്ലോ അല്ലേ? ഇനി സതിക്ക് 33 മുത്തുകൾ കിട്ടി. നിറം കൊടുത്തോളൂ. ഹായ്. ഇനി ഷാനിക്കോ 9 മുത്തുകളാണ് ലഭിച്ചത്. നിറം കൊടുത്തോളൂ. അനിലിന് 25 മുത്തുകൾ കിട്ടിയല്ലോ. നിറം കൊടുത്തേക്കൂ കൂട്ടുകാരെ. ഹായ്, നല്ല ഭംഗിയുണ്ട്. വർക്ക്ഷീറ്റ് 3, ഉപകരണങ്ങൾ ഏത്? ഉപകരണങ്ങളെ ശരിയായി തരംതിരിക്കൂ. കൂട്ടുകാരെ, ഇവിടെ ഒത്തിരി ഉപകരണങ്ങളെ കൊടുത്തിട്ടുണ്ട്. അവയെ നമുക്ക് ശരിയായ രീതിയിൽ തരംതിരിക്കാം. കത്രിക, ചിരവ, മൺവെട്ടി, അരിവാൾ, സ്പൂൺ, പിക്കാസ്, പാത്രം, കുട്ട, തവി. ഇതിനെ നമുക്ക് 2 പട്ടികകളായി തരംതിരിക്കാം. നോക്കൂ. 1, അടുക്കളയിൽ ഉപയോഗിക്കുന്നവ ഏതൊക്കെയാണ്? ചിരവ, സ്പൂൺ, പാത്രം, തവി. പിന്നെയോ പറമ്പിൽ ഉപയോഗിക്കുന്നവ മൺവെട്ടി, അരിവാൾ, പിക്കാസ്, കുട്ട. ഇനി നോക്കി, മണ്ണ് കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മൺവെട്ടി, പിക്കാസ്. അടുത്ത് നോക്കിയേ, വർക്ക്ഷീറ്റ് 4, വിത്ത് നടാം. ഓരോ കുഴിയിലും നട്ട വിത്തുകളുടെ എണ്ണം നോക്കി പാറ്റേൺ പൂർത്തിയാക്കുക. ഇവിടെ മനുവും കൂട്ടുകാരും ചേർന്നിട്ട് വിത്തുകൾ നടുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ഓരോ കുഴികളിലും എത്ര വിത്തുകളാണ് നട്ടതെന്ന് നമുക്ക് നോക്കാം. മത്തൻ 2, 4, 6, 8, 10. കുമ്പളം 3, 5, 7, 9, 11. വെള്ളരി 3, 6, 9, 12. അപ്പോൾ ഓരോ വിത്തുകളും ഓരോ പാറ്റേണിലാണ് ഇട്ടിരിക്കുന്നതല്ലേ? ഇനി കൂട്ടുകാർ സ്വന്തമായി ഒരു പാറ്റേൺ എഴുതി നോക്കൂ. 4, 8, 12, 16. വർക്ക്ഷീറ്റ് 5, ഞങ്ങളുടെ കറിത്തോട്ടം. കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത്
പാട്ട് പൂർത്തിയാക്കൂ. ഇവിടെ കണ്ടു, സ്കൂളിലെ കറിത്തോട്ടമാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് പാട്ട് പൂർത്തിയാക്കാം. സ്കൂളിൻ തിരുമുറ്റത്ത് ഞങ്ങളൊരുക്കി കറിത്തോട്ടം, മണ്ണു കിളച്ച് കുഴിയെടുത്ത് മത്തൻ നട്ടു തോട്ടത്തിൽ. ഇനി അടുത്ത നാല് വരികൾ നമുക്ക് തന്നെ കൂട്ടിച്ചേർത്ത് എഴുതിയാലോ? എഴുതി നോക്കൂ. സ്കൂളിൻ തിരുമുറ്റത്ത് ഞങ്ങളൊരുക്കി കറിത്തോട്ടം, മണ്ണു കിളച്ച് കുഴിയെടുത്ത് കക്കിരി നട്ടു തോട്ടത്തിൽ. സ്കൂളിൻ തിരുമുറ്റത്ത് ഞങ്ങളൊരുക്കി കറിത്തോട്ടം, മണ്ണു കിളച്ച് കുഴിയെടുത്ത് കുമ്പളം നട്ടു തോട്ടത്തിൽ. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? ഇതുപോലെ 4 വരി കൂട്ടുകാരും ചേർത്ത് എഴുതി നോക്കൂ. അപ്പം കൂട്ടുകാരെ, നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ എക്സാമാണ് എഴുതിയത്. എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? അതെ, സംഭാഷണം എഴുതാൻ ചോദിച്ചു. പിന്നെയോ പാറ്റേൺ എഴുതാൻ. പിന്നെയോ പാറ്റേൺ എഴുതാൻ ചോദിച്ചായിരുന്നു അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? വരികൾ കൂട്ടിച്ചേർത്ത് പാടാൻ ചോദിച്ചു. പിന്നെ പട്ടികപ്പെടുത്താനായിട്ട് ചോദിച്ചു. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതല്ലേ? അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ നന്നായി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പിന്നെ നിറം കൊടുക്കാനും നന്നായി കൂട്ടുകാർ പഠിച്ചിരിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത എക്സാം സ്പെഷ്യൽ വീഡിയോസുമായി നമുക്ക് ഉടനെ തന്നെ ഒരുമിച്ച് കാണാം. താങ്ക്